അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് നാം തടയിട ഇടാൻ പറ്റുകയില്ല. കാരണം ആഗ്രഹങ്ങൾ മനുഷ്യനുക്ക് ഒരുപാടുണ്ട്. അതൊക്കെ നടന്നു കിട്ടാൻ പല ആളുകളും പല രൂപത്തിൽ പരിശ്രമിക്കുന്നവരാണ്. നല്ല നല്ല ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നാം ഒരുപാട് പോംവഴികൾ തേടാറുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനുള്ള സൊല്യൂഷൻസൊക്കെ നമുക്ക് വ്യക്തമായി ക്ലിയറായി നമുക്ക് പറഞ്ഞു തരാറുമുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് നാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും തള്ളി നീക്കുമ്പോൾ അതൊന്ന് പൂർണ്ണമായി കിട്ടുമ്പോഴുള്ള ഒരു മനസ്സമാധാനം, ആ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു കുളിർമയും, അത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി ചെയ്യുക. അങ്ങനെ നന്ദി ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും അധികരവ് തരുമെന്നാണ്. അപ്പോൾ നന്ദിയുള്ള അടിമയായി നാം മാറണം. മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർത്തീകരിച്ച് കിട്ടാൻ മഹത്തായ സുബ്ഹി നിസ്കാരത്തിന് ശേഷം സൂറത്തു യാസീൻ, എല്ലാവർക്കും അറിയാം, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന മഹത്തായ സൂറത്തിനെ ഒരു തവണ നമ്മുടെ എന്ത് നല്ല ആഗ്രഹമുണ്ടോ അത് വീടാൻ വേണ്ടി മനസ്സിൽ കരുതി അത് ഒരു തവണ ഓതി ആ കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ് ഞാനിത് ഓതിയതെന്ന നിയ്യത്തോടു കൂടെ നാം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൊരു വിജയവും അത് എളുപ്പമാകാനുള്ളതായ എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരുമെന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് ഉണർത്തുകയാണ്. മഹാനായ അത്താ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിലൂടെ മിഷ്കാത്ത് എന്ന കിതാബിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരു യാസീൻ ഓതുക, അവൻ്റെ ആഗ്രഹ സഫലീകരണത്തിനാണ്. മനസ്സിലുള്ള ഉദ്ദേശം, നല്ല മുറാദ്, ആ ഉദ്ദേശം പൂവണിയാൻ വേണ്ടിയാണ് ഈ യാസീൻ ഓതിയതെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും നമുക്ക് വിജയവും ഉണ്ടാകുമെന്ന് മഹാന്മാർ നമ്മളോട് ഉണർത്തിയ കാരണത്താൽ എല്ലാവരും കൃത്യമായി കൊണ്ട് അത് ഓതാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുടനീളം ഖൈറും ബറക്കത്തും എല്ലാവിധ ആഗ്രഹ സഫലീകരണവും നൽകി ജീവിതം സുന്ദരമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.